ആദ്യം ശ്രീ VPP മുസ്തഫ, ഇനി 5 ദിവസമേയുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ എന്താണ് പറയുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല, മോഡി ഗവൺമെന്റിന്റെ തുടക്കം മുതൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുന്ന CPIM കടുത്ത നിലയിൽ മോഡി ഭരണം രാജ്യത്തിന് ഏൽപ്പിച്ച പരിക്കുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഏറ്റവും ശക്തമായ നിലയിൽ അതിനെ ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി എല്ലാ മേഖലകളിലും എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും കൃത്യവും വ്യക്തവുമാണ് അജണ്ട. അത് നരേന്ദ്രമോദിയുടെ ഫാഷിസത്തിലേക്ക് നയിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വർഗീയ കൂട്ടുകെട്ട് ഭരണം അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണം. ഈ മിനിമം അജണ്ടയുടെ അല്ലെങ്കിൽ മാക്സിമം അജണ്ടയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് CPIM രാജ്യത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷിയുള്ള, ഞങ്ങൾക്ക് സാധ്യതയുള്ള എല്ലായിടത്തും ഞങ്ങൾ ഈ അജണ്ട തന്നെയാണ് വെച്ച് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ആ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുലിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളാണല്ലോ കേൾക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുലിന്റെ മതനിരപേക്ഷ മനസ്സിനെ സംശയിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ്. അപ്പോൾ മതനിരപേക്ഷമല്ലാത്ത ഒരു പാർട്ടിയുമായിട്ടാണോ നിങ്ങൾ സഖ്യത്തിലാകുന്നത്? അവരുമായിട്ടാണോ സഹകരിക്കുന്നത്? അല്ല, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വത്തെ കുറിച്ച് ഞങ്ങൾ ഇന്ന് മാത്രമാണോ പറയുന്നത്? മുഖ്യമന്ത്രി ഇന്ന് മാത്രമാണോ അതിനെക്കുറിച്ച് പറയുന്നത്? BJPയുടെ തീവ്ര വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് മൃദു വർഗീയതയെ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിട്ടുള്ള വിമർശനമല്ലേ? കോൺഗ്രസിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും എല്ലാം കോൺഗ്രസിന്റെ വർത്തമാനകാല നേതൃത്വം ആ നിലയിൽ ഉൾക്കൊള്ളുന്നില്ല. ഇത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനമല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഇന്നെന്തോ മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ കാണേണ്ട എന്താ, രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയല്ലല്ലോ വിമർശിക്കുന്നത്, കോൺഗ്രസിന്റെ സമീപനങ്ങളെയല്ലേ വിമർശിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയിലേക്ക് വന്നതുകൊണ്ടാണല്ലോ ഈ ചർച്ചയുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ മറുപടിയും ആ രൂപത്തിലാണ്. അത് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കും. രാഹുൽ എന്ന നേതാവിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം. മോദിക്ക് പോലും തോന്നുകയാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് എന്നേക്കാൾ കടുത്ത ഭാഷയിൽ രാഹുലിനെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ്. ഇതെന്ത് സഖ്യമെന്നാണ് ഇത് ജനങ്ങൾക്കും തോന്നാമല്ലോ. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി 15ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി. അതിലെവിടെയെങ്കിലും ഈ 15 ലോക്സഭാ മണ്ഡലങ്ങളിലായി ഒരു ദിവസം അദ്ദേഹം 3 യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ അത് നൽകുന്നില്ല. നിങ്ങളുടെ പ്രത്യേക അജണ്ട വെച്ചിട്ട് മിക്കവാറും മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമോ അദ്ദേഹം ഒരു ദിവസം നടത്തുന്ന 3 പ്രസംഗങ്ങളോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേത് നേരത്തെ നൽകിയിരുന്നത് പോലെ നൽകുന്നില്ല. അതുകൊണ്ട് ആളുകൾ ഇത് അറിയാതെയോ കേൾക്കാതെയോ പോകുന്നില്ലല്ലോ. താങ്കൾ ഉൾപ്പെടെ അവതാരക എന്നുള്ളതിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ളതിൽ താങ്കളും അത് പ്രക്ഷേപണം ചെയ്തില്ലെങ്കിലും അറിയുന്നുണ്ട്. ഈ 15 മണ്ഡലങ്ങളിലായി ഒരു ദിവസം 3 വെച്ച് ഏതാണ്ട് 45ഓളം പൊതുയോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് വിമർശിച്ചിട്ടുണ്ടോ? ആക്ഷേപിച്ചിട്ടുണ്ടോ? എപ്പോഴാ ഇന്നലെയും ഇന്നുമായിട്ട് ആ ടോൺ മാറിയത്? കണ്ണൂരിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തോടു കൂടിയല്ലേ. അപ്പൊ ആരാ തുടക്കമിട്ടത് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്കിങ്ങിലേക്ക്? ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മഹാരാഷ്ട്രയിലെ യോഗത്തിൽ പ്രധാനമന്ത്രി കോട്ട് ചെയ്തത് താങ്കൾ സൂചിപ്പിച്ചു. കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രധാനമന്ത്രി കോട്ട് ചെയ്തിരുന്നില്ലേ? അത് താങ്കൾ അറിയാതെ പോയതാണോ? ത്രിപുരയിലാണ്. ത്രിപുരയിൽ പ്രസംഗിക്കുമ്പോ കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വെച്ചിട്ട് പ്രധാനമന്ത്രി ചോദിച്ചത് എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും പറയുന്നു കേന്ദ്ര സർക്കാർ, മോഡി സർക്കാർ അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്ന്. എന്നാൽ അതേ പ്രതിപക്ഷത്തിന്റെ പ്രമുഖനായ നേതാവ് ചോദിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. ത്രിപുരയിലെ പൊതുയോഗത്തിൽ കണ്ണൂരിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കോട്ട് ചെയ്തിട്ടല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്? നിങ്ങൾ പറഞ്ഞാൽ കേട്ടാ തോന്നും ഇന്ന് പിണറായി പറഞ്ഞത് മാത്രമാണ് മോഡി കോട്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അതിനാദ്യം അവസരം കൊടുത്തത് ആരാ? മോഡിക്കും BJPക്കും ഇങ്ങനെ
ഈ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെ വ്യക്തികേന്ദ്രിതമാക്കിയിട്ട് മാറ്റുന്നതിന് ഇടം കൊടുത്തതാരാ? ശരി, യഥാർത്ഥത്തിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ രൂപത്തിൽ പഴയ പേര് വിളിപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചത് എന്നാണ് താങ്കൾ ന്യായീകരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.